വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ സ്ക്രാം ഫോളോവനാണ്. ഇപ്പം ഇതിൻ്റെ പുതിയ മോഡലായ സ്ക്രാം 440 നിങ്ങൾക്കിപ്പം ഷോറൂമുകളിൽ ബൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതിൻ്റെയും കുറച്ച് വിശേഷങ്ങളായിരിക്കും ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നേരെ നമുക്ക് സ്ക്രാം ഫോളോവൻ്റെയും സ്ക്രാം 440യുടെയും വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ലുക്ക് ചെയ്യുന്ന തുടങ്ങാം കേട്ടോ. ഹിമാലയൻ്റെ അതേ ചേസിൽ വന്നേക്കുന്ന ഒരു സ്ക്രാംബ്ലറാണ് നമ്മുടെ സ്ക്രാം ഫോളോവൻ. ഇതിനെ ബേസ് ചെയ്തുന്ന വണ്ടിയാണ് പുതിയ സ്ക്രാം 440. ഈ ഫോളോവനകത്തിരിക്കുന്നത് ഹിമാലയൻ്റെ അതേ സെയിം ഫോളോവൻ CC എഞ്ചിനാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷനകത്ത് കുറച്ച് മാറ്റമുണ്ട്. ട്രാവൽ കുറവാണ്, ഫ്രണ്ട് സസ്പെൻഷൻ ട്രാവൽ. ഹിമാലയൻ ഇടുമ്പോൾ കുറച്ചും കൂടെ സസ്പെൻഷൻ ട്രാവൽ ഉണ്ട്. തന്നെയല്ല, ഈ ഫ്രണ്ടിൽ ഹിമാലയൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റൊക്കെ നമ്മുടെ ഈ ടാങ്കിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും പോകുന്നത്. പിന്നീട് ടയേഴ്സ് വരുമ്പോഴത്തേന് ബാക്കിലും ഫ്രണ്ടിലും 19 ഇഞ്ച് വീൽസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമുക്കിവനെ റോഡിലും അല്ലാന്നുണ്ടെങ്കിൽ ഓഫ് റോഡിലും എല്ലാ സെക്ഷനിലും നമുക്ക് ഒരേപോലെ ഇവനെ കൊണ്ട് നടക്കാനായിട്ട് പറ്റും. ഹിമാലയൻ്റെ അതേ ക്യാരക്ടറുണ്ട്. എന്നാൽ നമുക്ക് റോഡിൽ യൂസ് ചെയ്യാനായിട്ട് കുറച്ച് വെയിറ്റും കുറവാണ്. ടയേഴ്സ് നോക്കിയാലായിട്ട് റോഡ് പർപ്പസ് ടയറുമാണ് വരുന്നത്. ഇത് ഓഫ് റോഡിന് യൂസ് ചെയ്യാൻ പറ്റും, റോഡിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടയേഴ്സാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം ടയേഴ്സ് മാറ്റിയിട്ടേക്കാണ്. അതുകൊണ്ടാണ് ഒരു റോഡ് പർപ്പസ് ടയർ മാത്രം ഇട്ടേക്കുന്നത്. ബാക്കി ഭാഗങ്ങളെല്ലാം ഹിമാലയൻ്റെ അതേ സ്പെക്കും തന്നെയാണ് വരുന്നത്. സീറ്റ്സ് വരുമ്പോഴത്തേന് സിംഗിൾ സീറ്റ്, ഒരു സ്ക്രാംബ്ലറിന് വേണ്ടിയ ഒരു സിംഗിൾ സീറ്റ് തന്നെയാണ് വരുന്നത്. ഹിമാലയൻ വരുമ്പം സ്പ്ലിറ്റ് സീറ്റ് വരും. പുതിയ സ്ക്രാം 440യിൽ ഇതിലും കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എഞ്ചിനകത്ത് അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ബ്രേക്കിൽ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അനവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഫോളോവൻ നിങ്ങൾക്ക് കിട്ടാനായിട്ടില്ല, ഡിസ്കണ്ടിന്യൂഡായി. നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങാമെന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം ഹിമാലയൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സെക്കൻഡ് ഹാൻഡ് ആ റേറ്റിൽ ഹിമാലയൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഫോളോവൻ സ്ക്രാം സെക്കൻഡ് എടുക്കുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ അത് തന്നെയായിരിക്കും എന്നാണ് തോന്നുന്നത്, പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഈ ഒരു മുതൽ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് പോയിട്ടൊരു സാധനമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് 440 ആണല്ലോ വാങ്ങിക്കാൻ കിട്ടുന്നതെന്ന് പറഞ്ഞത്, പക്ഷേ അത് ഈ പ്രൈസ് റേഞ്ചിൽ അടിപൊളി ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഭയങ്കരമായിട്ട് അണ്ടർ റേറ്റഡ് ആയിട്ട് പോകുന്ന വണ്ടിയാണ്. നമുക്കതിനെക്കുറിച്ച് നേരെ കയറിയിട്ട് സംസാരിക്കാം. സീറ്റായിട്ട് നോക്കുമ്പോഴത്തേനും അതേപോലെ തന്നെയാണ്. രണ്ട് സൈഡും എനിക്ക് പ്ലാന്റഡ് ഫുട്ടാണ് കേട്ടോ. ഹിമാലയൻ്റെ അതേ ടാങ്കും വന്നിട്ടുണ്ട്. ഒരു വൈഡായിട്ടുള്ള അത്യാവശ്യം നല്ലപോലെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഹാൻഡിൽ ബാറാണ് വന്നേക്കുന്നത്. ഇത് ചില സമയം ഒന്ന് റേസ് ചെയ്തിരുന്നാലെന്ന് തോന്നും, പക്ഷേ ഇറ്റ്സ് ഓക്കെയാണ്, കംഫർട്ടാണ്. പക്ഷേ ഇതിന് ചാർജിങ് പോർട്ട് വരുന്നില്ല. ഇത് പഴയ മോഡലാണ്. പുതിയ മോഡലിനകത്ത് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഡിസ്പ്ലേ വരുമ്പോഴത്തേന് നമ്മുടെ ഹിമാലയൻ്റെ ഡിസ്പ്ലേ അല്ല ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് നമ്മൾ കണ്ടുവരുന്നത് മെറ്റിയോറിൻ്റെതും 100-നകത്തും ഒക്കെ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള തിങ്സ്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പറ്റി സംസാരിച്ചു പോകാം. ഇതിൻ്റെ റിയർ മോണോഷോക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഹിമാലയൻ്റെ അതേ സെയിം മോണോഷോക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡിസ്ക് ബ്രേക്സും എല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബൈറ്റിംഗ് എല്ലാം പക്കയാണ് കേട്ടോ. ഹിമാലയം വെച്ച് നോക്കുമ്പോൾ സ്ക്രാമിന് കുറച്ചും കൂടെ വെയിറ്റ് കുറവായതുകൊണ്ട് നമുക്ക് ആ ഒരു ബൈക്കിൽ വണ്ടി അത്യാവശ്യം പിടിച്ചാൽ നിൽക്കും. ഫ്രണ്ട് ബ്രേക്ക് മാത്രം മതി വണ്ടി നിർത്താനായിട്ട്. ആ ഒരു സ്പീഡ് റേഞ്ച് മാത്രമേ ഇത് കയറണമുള്ളൂ. ഇത് നമുക്ക് ഹൈവേ ഇതിപ്പം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായിട്ടാണ് വണ്ടി. ഏകദേശം ഒരു 2-2.5 വർഷത്തിന് അടുപ്പിച്ചായി ഈ സ്ക്രാം ഫോളോവൻ ഞാൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. നമ്മുടെ എല്ലാ റൈഡിനും ഉപയോഗിക്കുന്ന വണ്ടി തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആവറേജ് ഫ്യൂൽ എക്കോണമി എല്ലാം ഇതിനകത്ത് പറയാനായിട്ട് പറ്റും കേട്ടോ. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പം സസ്പെൻഷൻ, ടയേഴ്സ് ഹിമാലയനേക്കാളും കുറച്ചുകൂടെ ലൈഫ് കിട്ടുന്നുണ്ട്. ഹിമാലയൻ്റെ ടയേഴ്സ് കുറച്ചും കൂടെ പെട്ടെന്ന് തീരുന്നതായിട്ട് അധികം ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സ്ക്രാമിനെ വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നുന്നു അത്രയും പെട്ടെന്ന് ഇത് തീരണില്ല, കുറച്ചുകൂടെ ലൈഫ് കിട്ടുന്നുണ്ട്. കാരണം ഇതിപ്പം 16,000 കിലോമീറ്റർ ആവുന്നു. 15-ലാണ് ഇതിൻ്റെ റിയർ ടയർ മാറ്റിയത്. ഏകദേശം 15,000 കിലോമീറ്ററിലാണ് ഇതിൻ്റെ റിയർ ടയർ മാറ്റിയത്. അത്രയും ലൈഫ് ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് എന്തുകൊണ്ടാണ്, ചിലപ്പം വെയിറ്റ് റേഷ്യോ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം ടയർ ലൈഫ് കിട്ടുന്നത്. അപ്പം ഓരോ കസ്റ്റമേഴ്സിനും ഓരോ കിലോമീറ്റേഴ്സാണ് കിട്ടുന്നത്. ആർക്കും അങ്ങനെ സെയിം കിട്ടുന്നതായിട്ട് കേട്ടിട്ടില്ല ഹിമാലയൻ്റെയും സ്ക്രാമിൻ്റെയും കാര്യത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയി പോയ വണ്ടിയാണെന്ന്. കാരണം ലോഞ്ച് ചെയ്ത ടൈമിൽ ഇതിൻ്റെ പ്രൈസും അങ്ങനെ തന്നെയായിരുന്നു. ഹിമാലയനും ഇതും തമ്മിൽ ചെറിയ വില വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ടൈമിൽ ഇത് ബൈ ചെയ്യുന്നതിനേക്കാളും ഒരു ചെറിയൊരു എമൗണ്ട് വ്യത്യാസത്തിൽ നമുക്ക് ഹിമാലയൻ ഫോളോവൻ ബൈ ചെയ്യാൻ പറ്റുമായിരുന്നു.
അതുകൊണ്ട് തന്നെ ആൾക്കാർ പലരും ഹിമാലയൻ ഫോളോയിലോട്ട് നോക്കുകയായിരുന്നു പതിവ്. കാരണം ഒരു സ്ക്രാം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഹിമാലയനകത്തുണ്ട്. പ്രത്യേകിച്ച് ഹിമാലയൻ്റെ ആ ഒരു മീറ്റർ കൺസോള്, പിന്നീട് ആ ഫ്രണ്ട് സസ്പെൻഷൻ ട്രാവല്, ആ ഒരു ലുക്ക് അത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഒരു അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ടീമുകൾക്ക് എന്തായാലും ആ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നോട്ടയ്ക്ക നമുക്ക് പെട്ടെന്നൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ തേർഡ് ഗിയറിലോ അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഗിയറിലോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗിയർ ഏതാണോ അതിൽ തന്നെ ഒന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഈസി ആയിട്ട് കയറി പോകും കേട്ടോ. ആ ഒരു ടോർക്ക് ഭയങ്കരമാണ്. നമുക്കൊരു 0-60 അല്ലാന്നുണ്ടെങ്കിൽ 0-80 ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും ഈ വണ്ടിയിൽ. പെട്ടെന്നായിരിക്കും അതിൻ്റെ പിക്കപ്പ്. ആ ഒരു ടോർക്ക് ഭയങ്കരമാണ്. വണ്ടി നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകും. പക്ഷേ പേടിപ്പെടുത്തുന്ന രീതിയിൽ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നില്ല. പക്ഷെ വണ്ടി നമുക്ക് ഈസി ആയിട്ട് കയറി പോകാനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിനൊരു ഗിയർ താത്ത് വണ്ടീനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. വണ്ടി ഏത് ഗിയറിലായാലും അതിൻ്റെ ആ ഒരു ടോർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കുറച്ചും കൂടി ഈസിയാണ്. ഇപ്പം ഇങ്ങനെയുള്ള ട്രാഫിക് കണ്ടീഷൻസിൽ ഇപ്പം ഹിമാലയൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയൻ കുറച്ചും കൂടി ഹെവി ആണെന്ന് സ്ക്രാമിനെ വെച്ച് നോക്കുമ്പോൾ അത് വെച്ച് നോക്കുമ്പം സ്ക്രാം കുറച്ചും കൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു എക്സ്പൾസീവായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്ര ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എക്സ്പൾസീവിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആണ്. ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ഇത് ഹിമാലയൻ്റെ അതേ സെയിം ചേസിലും അതേ സ്പെക്കിലും വന്ന വണ്ടിയാണ്. ഇതിന് ആകെ മാറ്റം ആ ഫ്രണ്ട് ഫോർക്ക് സസ്പെൻഷൻ ട്രാവൽ ഇത്തിരി കുറവാണ്. പിന്നീട് ആ വീൽസും 19:19 റേഷ്യോയിൽ തന്നെയാണ് വന്നേക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, കുറച്ച് വെയിറ്റ് റിഡക്ഷനും. ബാക്കിയുള്ള ഹിമാലയൻ്റെ തന്നെ. അതുകൊണ്ട് വെയിറ്റിൽ വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വെയിറ്റ് സ്ക്രാമിൻ്റെ കറക്റ്റ് എത്രയാണെന്ന് ഇവിടെ ഞാൻ എഴുതി കാണിച്ചേക്കാം, നിങ്ങൾക്കപ്പോൾ അത് മനസ്സിലാവും. സ്ക്രാമിൻ്റെയും ഹിമാലയൻ്റെയും എക്സ്പൾസിൻ്റെയും വെയിറ്റ് എത്രയൊക്കെയാണെന്ന് നമ്മളിവിടെ കാണിച്ചേക്കാം. അപ്പം പക്ഷേ ഒരു എക്സ്പീരിയൻസ്ഡ് ആൾക്ക് അത്യാവശ്യം വെയിറ്റുള്ള വണ്ടികൾ തന്നെയാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒട്ടും വെയിറ്റില്ലാതായി കഴിഞ്ഞാലും ആ ഒരു സുഖം കിട്ടൂല. ഇതൊരു എക്സ്പീരിയൻസ് ആയ ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ ബേസിക് ആയിട്ട് അറിയാവുന്ന ഒരാൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടികളൊക്കെ തന്നെയാണ് കേട്ടത്. അതേപോലെ തന്നെ ഓഫ് റോഡിലും കുറച്ചും കൂടെ എക്സ്പൾസ് ഒക്കെ യൂസ് ചെയ്ത് കയറി വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതിനെ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഭയങ്കര ഫണ്ണാണ് കേട്ടോ ഈ സാധനം ഓടിക്കാനായിട്ട്. എക്സ്പൾസ് ഞാൻ ഒരിക്കലും മോശമായിട്ട് പറയല്ല, ബിഗിനർ ഫ്രണ്ട്ലി ബൈക്കാണത്. അതേപോലെ നമുക്ക് ഓഫ് റോഡ് അടിക്കാനായിട്ടും ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും ആ സാധനം. ഇവനെ വെച്ച് ഓഫ് റോഡ് അടിക്കുമ്പോഴത്തേന് അതിൻ്റെ കോസ്റ്റും എല്ലാം കൂടെ നോക്കണം. ഇപ്പം എന്തെങ്കിലും സാധനങ്ങൾ മാറേണ്ടി വന്നാലും അതിൻ്റെ കോസ്റ്റ് എന്തായാലും ഹീറോയിനേക്കാളും കൂടുതലായിരിക്കും ഒരു റോയൽ എൻഫീൽഡ് വണ്ടിക്ക്. ഒരു 4.1cc എഞ്ചിൻ ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു നോർമൽ ഹീറ്റിംഗ് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് എയർ കൂൾഡ് എഞ്ചിൻ തന്നെയാണ്, ഓയിൽ കൂൾഡൊന്നുമല്ല. ഈ സാധനം ഓടിയാലേ തണുക്കുള്ളൂ. അപ്പം വണ്ടി വേണ്ടെങ്കിൽ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തണുത്തങ്ങ് പൊക്കോളും. നമുക്ക് ചൂട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ട്രാഫിക് കണ്ടീഷൻസിലായിരിക്കും. നല്ല ട്രാഫിക്കിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് അടിക്കുന്നുണ്ട്. അതിപ്പം 350cc ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻഫീൽഡിൻ്റെ മിക്ക വണ്ടികളിലും 450 ഗിയറിലും 450 ഹിമാലയൻ ഒഴിച്ച് ബാക്കി എല്ലാ വണ്ടികളിലും ഈ ഹീറ്റിങ് അത്യാവശ്യം നല്ലപോലെ അടിക്കും. അതൊരു എയർ കൂൾഡ് എഞ്ചിനായതുകൊണ്ട് ഓടിയാലേ തണുക്കുള്ളൂ നമുക്ക് അറിയാം. അതുകൊണ്ട് അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് കൂട്ടേണ്ട കാര്യമില്ല. പിന്നെ ഒരു എഞ്ചിൻ അത്ര റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനൊന്നും അല്ല. ഇതിനകത്തുനിന്ന് ഇങ്ങനെയുള്ള നോയ്സുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കും. സ്വാഭാവികമാണത്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇതിനകത്തുനിന്ന്. ആ ഒരു ഹാർഡ്നെസ്സും എല്ലാം ഇതിനകത്ത് ഉണ്ടാവും. എഞ്ചിനകത്തുനിന്ന് ഒരു എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ട് ഉണ്ടാവും. പക്ഷേ ഈ ഒരു എഞ്ചിൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഓക്കെയാണ്. അല്ലാത്തൊരാളെ ഫോളോൻ ഹിമാലയനോ അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രാം 411നോ സ്ക്രാം 440 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു സാധനം അതിനകത്ത് എപ്പോഴും കണ്ടിന്യൂസ്ലി ഉണ്ടാവും. പക്ഷേ സ്ക്രാം 440 ഇതിനെ വെച്ച് നോക്കുമ്പോഴത്തേന് കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുണ്ട്. പക്ഷേ അത്രയ്ക്ക് റിഫൈൻഡ് അല്ല. നമ്മുടെ ആ ഒരു എഞ്ചിനാണല്ലോ ബേസ് ചെയ്തേക്കുന്നത് ഫോളോവൻ. ആ ഫോളോവൻ എഞ്ചിന് കുറച്ച് ഹാർഡ്നെസ് ഒക്കെ ഉള്ള എഞ്ചിനാണ്, റഫായിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് വലിച്ചെടുത്ത് നോക്കാം.
ഞാൻ പറയില്ല, ഇപ്പൊ തേർഡ് ഗിയറിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് പുള്ളിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ത്രോട്ടിൽ ഒന്ന് കൊടുത്താൽ മാത്രം മതി, സാധനം കയറി പൊക്കോളും. അതിന് അവിടെ ഒരു നോക്കിങ്ങോ അല്ലെങ്കിൽ ഒരു മടുപ്പോ ഒന്നും വണ്ടി കാണിക്കത്തില്ല, ക്വിക്കായിട്ട് തന്നെ കയറിക്കോളൂ സാധനം. അതിനങ്ങനെ ഞാൻ കയറൂല ഞാൻ പോകില്ല എന്നൊന്നും പറഞ്ഞൊന്നും നിൽക്കൂല അത്. പിന്നെ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കിട്ടിക്കൊണ്ടിരുന്ന ഭയങ്കര നെഗറ്റീവുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിന് അപ്ഡേഷൻ വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ മെയിൻ ഒന്നാണ്, ഇതിന് ബാക്കിൽ നമുക്ക് ടോപ്പ് ബോക്സ് കമ്പനിയിൽ നിന്ന് തന്നെ സ്റ്റോക്കിൽ വെക്കാനായിട്ട് പറ്റില്ല. ആ ഒരു ലഗേജ് കപ്പാസിറ്റി സ്ക്രാം ഫോളോവന് ഇല്ല. ഹിമാലയൻ്റെ സാധനം എടുത്തിട്ടായിരുന്നു പല കസ്റ്റമേഴ്സും സ്ക്രാം ഫോളോവനും അത് യൂസ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വെയിറ്റ് അതിനകത്ത് താങ്ങാൻ പറ്റില്ല എന്നാണ് കമ്പനി തന്നെ പറയുന്നത്. അതൊരു ഡ്രോബാക്ക് ആയിരുന്നു. അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ വേണം. ഒരു ടൂറിങ്ങിന് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ലഗേജ് അല്ലെങ്കിൽ സാഡിലൊക്കെ വെക്കണമെന്ന് നമുക്കൊരു ആഗ്രഹം കാണും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പർപ്പസ് അതായതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടിയാൽ നല്ലതായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ സാഡിലോ അല്ലാന്നുണ്ടെങ്കിൽ ടോപ്പ് ബോക്സ് ഉപയോഗിക്കുന്നുമില്ല. അതുകൊണ്ട് അതൊരു വിഷയമായിട്ട് വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ കിട്ടിയിരുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എപ്പോഴേലും പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് വെയിറ്റ് അത് കൂട്ടാനൊന്നും പറ്റില്ലല്ലോ. ചെയ്യാൻ പറ്റും, കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. പക്ഷേ കമ്പനി നോ എന്ന് പറഞ്ഞൊരു സാധനം അത് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെതായ ഡിഫക്റ്റുകളും എല്ലാം ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തില്ലായിരുന്നു. പിന്നീട് സെൻട്രൽ സ്റ്റാൻഡേർഡ് ഓപ്ഷൻ ഈ സാധനത്തിനകത്തില്ലായിരുന്നു. നമുക്കിപ്പോൾ ചെയിൻ ലൂബ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിലോ നമുക്കൊരു പാഡോക്കോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ടൂൾസിൻ്റെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയിൻ ലൂബ് ചെയ്യാനോ ചെയിൻ ക്ലീൻ ചെയ്യാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇൻകേസ് പോണ വഴിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് പഞ്ചർ കിട്ടിയാൽ പോലും നമുക്ക് വീൽസ് കഴുകണമെന്നുണ്ടെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം അറിയാമല്ലോ, സെൻട്രൽ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വീലടിച്ച് ബാക്കിലത്തെ വീലടിച്ച് ചെറിയൊരു വീലടിച്ച് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഹിമാലയൻ്റെ സെൻട്രൽ സ്റ്റാൻഡ് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു അന്നും. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് പിന്നീട് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ചാർജിങ് പോർട്ട്. ഇതിന് മാത്രമേ ഉള്ളൂ ചാർജിങ് പോർട്ടില്ല. ഇപ്പോൾ ലോങ് റൈഡ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പവർ ബാങ്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ആ ഒരു ഓപ്ഷൻ ഈ വണ്ടിയിലേ ഇല്ലായിരുന്നു. സ്ക്രാം യൂസ് ചെയ്യുന്ന ആരും കൊടുക്കുന്നില്ല കേട്ടോ. എല്ലാവരും ഇത് കീപ്പ് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം സ്ക്രാം യൂസ് ചെയ്യുന്ന കുറച്ച് നമുക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവരുടെ എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇത് കൊടുക്കാനായിട്ട് അവർക്കൊട്ടും താല്പര്യമില്ല. കാരണം അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം പറ്റിയൊരു സാധനമായിട്ടാണ് തോന്നുന്നത്. ഒരു 2.5 വർഷമായിട്ട് ഞാനും ഇത് സാധനം യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം എനിക്ക് വലിയ മടുപ്പൊന്നും തോന്നിയിട്ടില്ല. ഒരു ചെറിയൊരു കോംപ്രമൈസ് മൈലേജിൻ്റെ കാര്യത്തിലേ ഉള്ളൂ. പക്ഷേ അത് ആ ഒരു കംഫർട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്കത് കോംപ്രമൈസ് ആയി പൊക്കോളും. തന്നെ എല്ലാവരും ഫോളോ ആൻഡ് CC-ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഡീസൻ്റ് ആയിട്ടൊരു മൈലേജ് അത്രയൊക്കെ തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആഗ്രഹിക്കരുത്. അപ്പം ഇത്രയൊക്കെയാണ് സ്ക്രാം ഫോളോവിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി നിങ്ങൾ വണ്ടി ഓടിച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഫീലും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഇത് ടെസ്റ്റ് റൈഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 440 ആയിരിക്കും ഷോറൂമുകളിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം വരാൻ പോകുന്ന പ്രൈസ് ഹൈക്കിനെ പറ്റി നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. 350cc അല്ലെങ്കിൽ 300cc മേപ്പോട്ടുള്ള എല്ലാ വണ്ടികൾക്കും റോഡ് ടാക്സ് ഒക്കെ കൂടുകയാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒരു സ്ക്രാമോ അല്ലാന്നുണ്ടെങ്കിൽ ഹയർ CC മോട്ടോർ സൈക്കിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൈസ കൂടുന്നതിന് മുമ്പ് വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാർ വാങ്ങിക്കുക. അതല്ല ഫണ്ട് കുറച്ച് വിഷയങ്ങളെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വേറെ ഓപ്ഷൻ ഇല്ല, മുന്നോട്ട് കാത്തിരിക്കുക തന്നെ ചെയ്തേ പറ്റുള്ളൂ. ഉടനെ തന്നെ നെക്സ്റ്റ് വീക്കോ അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്തൊക്കെ വണ്ടി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം തന്നെ വണ്ടി പർച്ചേസ് ചെയ്യുക. കാരണം വെറുതെ നമുക്ക് ഈ ഒരു പ്രൈസിന് കൂടുതൽ പ്രൈസ് കൊടുത്ത് ഈ സാധനം വാങ്ങണ്ടല്ലോ. ഇപ്പം നമുക്ക് സ്ക്രാം 440 വന്നേക്കുന്ന പ്രൈസിങ് അടിപൊളി പ്രൈസിങ് ആണ്. കാരണം 2,51,000 രൂപയ്ക്ക് അതിൻ്റെ സ്പോക്ക് വീലുള്ള മോഡൽ നിങ്ങൾക്ക് ഷോറൂമുകളിൽ വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു സാധനത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി സാധനമാണ് കേട്ടോ. ഈ സെയിം ഫോളോവൻ്റെ എൻജിൻ ഈ ഒരു സെയിം ലുക്കിൽ അപ്പുറത്തോട്ടൊരു 440cc കൺവേർട്ട് ആക്കി വെച്ചേക്കാണ്. നമ്മൾ ഈ ഫോളോവനകത്ത് വേണമെന്ന് ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ആ 440-ലുണ്ട്.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു സ്പീഡ് ഗിയർ ബോക്സും കൂടെ അല്ലെങ്കിൽ ഒരു 6 സ്പീഡിന്റെ ആവശ്യം പലപ്പോഴും നമ്മൾ ഹൈവേസ് ക്രൂസ് ചെയ്യുന്ന ടൈമിൽ തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ലോക്കൽ റോഡ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി യൂസിന് നമുക്കൊരു 6 സ്പീഡ് ഗിയർ ബോക്സിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാക്സിമം നമ്മൾ 5 സ്പീഡ് വരെ പോകുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡൗൺ ചെയ്യേണ്ടി വരും. അങ്ങനെ ആ ഒരു കണ്ടിന്യൂസ്ലി ഗിയർ ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ നമ്മൾ ടൂറിങ്ങിലേക്ക് പോകുമ്പോഴത്തേന് അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റൈഡിലേക്ക് ഇറങ്ങുമ്പോഴത്തേന് നമുക്ക് കേരളം വിട്ട് അങ്ങോട്ട് റോഡ് കൊണ്ട് കയറി കഴിയുമ്പോഴത്തേന് നമുക്ക് പിന്നെ ഒരു ഗിയറും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തോന്നിപ്പോവും. വണ്ടി അതേപോലെ പുഷ് ചെയ്ത് കയറി ഓടിക്കാൻ പറ്റുന്ന റോഡുകളാണ് എല്ലാം. തന്നെയല്ല കുറച്ചും കൂടെ വണ്ടി റിഫൈൻഡ് ആയിട്ട് പോകാനായിട്ടും പറ്റും. നമ്മുടെ ഫോളോവിനകത്ത് നമുക്ക് മാക്സിമം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ടോപ്പ് സ്പീഡ് എന്ന് വെച്ചാൽ 110 അല്ലാന്നുണ്ടെങ്കിൽ 120 കഷ്ടിച്ചേട്ടാ. 120 ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. അത്രയും ലോക്ക് പിടിച്ചാൽ മാത്രമേ ആ സാധനം കിട്ടുള്ളൂ. മാക്സിമം 110 ആണ് കേട്ടോ. 110 ഇടയ്ക്ക് ഈ സാധനം കയറും. അതിൻ്റെ അപ്പുറത്തോട്ട് ഭയങ്കര പാടാണ്. 120 ഒക്കെ ജസ്റ്റ് തൊട്ടില്ല ആ ഒരു സെറ്റപ്പിലേക്ക് ഇത് കിട്ടുള്ളൂ കേട്ടോ. ഇതിന്റെ കുഴപ്പമാണെന്നറിയില്ല, എന്തായാലും ഇത് അത്രേ കിട്ടുള്ളൂ. കാരണം നമ്മൾ കമ്പന്തേനി റൂട്ടിലെ കഴിഞ്ഞ കൊടൈക്കനാൽ റൈഡ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇതോടെ ഞാൻ കൊടുത്തേക്കാം. കൊടൈക്കനാൽ റൈഡിൽ നമ്മൾ തേനി റൂട്ടിലെ തേനി ഹൈവേയിൽ മാക്സിമം വണ്ടി പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിമിറ്റ് എന്ന് പറയാനായിട്ട്. ആ ടൈമിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത്രയാണ്. പക്ഷേ ആ ഒരു 100 അങ്ങോട്ട് കഴിയുമ്പോൾ 90 അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് തുടങ്ങും വൈബ്രേഷൻ. നമുക്ക് വണ്ടി അങ്ങനെ പുഷ് ചെയ്യാൻ തോന്നുന്നില്ല. പക്ഷെ വണ്ടി കയറും, വണ്ടി സ്റ്റേബിൾ വരും. പക്ഷെ ആ ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, ആ സാധനം സഹിക്കാൻ പറ്റൂല ആ ഒരു മേപ്പോട്ടുള്ളതിനകത്ത്. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇതിനൊരു ഓടി ഗിയറും കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ട് നമുക്ക് വണ്ടികളിലൊക്കെ ക്രൂസ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ എന്തോ ആ ഒരു സാധനം റോയൽ എൻഫീൽഡ് കേട്ടും തോന്നുന്നു. ആ ഒരു സ്ക്രാം 440 തിരിച്ചുകൊണ്ടുവന്നപ്പോഴത്തേന് അതിനകത്ത് ഒരു സ്പീഡ് ഗിയറും കൂടെ ആഡ് ആയിട്ടുണ്ട്. അങ്ങനെ 6 സ്പീഡ് ഗിയർ ബോക്സിലേക്ക് സാധനം വന്നു. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഹൈവേസ് ക്രൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ റിഫൈൻമെൻറ്റ് ഉണ്ട് എൻജിന്. ആ ഒരു ഹാർഡ്നെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഭയങ്കരമായിട്ട് കുറഞ്ഞതല്ല, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്രേക്കിംഗ് പെർഫോമൻസും കൂടിയിട്ടുണ്ട്. എടുത്ത ബ്രേക്കിൻ്റെ ബൈറ്റ് കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് വണ്ടിയിൽ സ്ക്രാം 440. ഇത് എന്തുകൊണ്ട് സ്ക്രാം 440 എടുത്തിട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ആ വണ്ടി നമുക്ക് ടെസ്റ്റ് റൈഡ് റിവ്യൂവിനായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ നമുക്ക് വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദൂരം ഓടിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ടൈമിൽ നമുക്ക് റിവ്യൂ എടുക്കാനായിട്ടുള്ള സംഭവം കിട്ടിയിട്ടില്ല. വണ്ടി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പുള്ള പരിപാടിയായിരുന്നു ആ സാധനങ്ങളൊക്കെ. ഇപ്പോൾ വണ്ടി ലോഞ്ചായി സെയിലിംഗ് നടന്നു തുടങ്ങിയിട്ടുണ്ട്. നിയറസ്റ്റ് ഷോറൂമുകളിലൊക്കെ വണ്ടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ടെസ്റ്റ് റൈഡ് ചെയ്യാനായിട്ട്. അപ്പം എടുക്കാനായിട്ട് പ്ലാനുള്ള ടീമുകൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് റൈഡ് ബുക്ക് ചെയ്ത് ടെസ്റ്റ് റൈഡ് ചെയ്യുക. ടെസ്റ്റ് റൈഡ് ചെയ്ത് ഓടിച്ചിട്ട് നിങ്ങളത് മിഡ് റേഞ്ച് സെഗ്മെൻറ്റ് എന്ന് വെച്ചാൽ 350cc സെഗ്മെൻറ്റിലെ ഒരു ക്ലാസിക് ബുള്ളറ്റ് അങ്ങനെയുള്ള വണ്ടി മാത്രം നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ പോകാം. അതല്ല ഒരു ഹയർ CC വണ്ടിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ നിൽക്കുകയാണ്, നിങ്ങൾക്ക് മൾട്ടിപർപ്പസ് ആണ് നിങ്ങളുടെ യൂസ്, നിങ്ങൾക്ക് ഒരു എൻഫീൽഡ് വണ്ടി വേണം, തന്നെയല്ല നിങ്ങൾക്ക് ചെറിയതായിട്ടൊരു ഓഫ് റോഡ് അടിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ടൂർ ചെയ്യണം, കോളേജിലൊക്കെ ഡെയിലി പോകണം, ഓഫീസ് യൂസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സ്ക്രാം എടുക്കാം, ധൈര്യമായിട്ട് എടുക്കാം. മൈലേജിൻ്റെ കാര്യം എല്ലാം ഒന്ന് നോക്കി കോംപ്രമൈസ് ചെയ്താൽ മതി. നമുക്കിതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എന്താണെന്ന് വെച്ചാൽ ഒരു 30 ആണ്. 30 അടുപ്പിച്ച് എന്തായാലും ലോങ് പോകുമ്പോഴത്തേന് കിട്ടുന്നുണ്ട്. സിറ്റി റൈഡ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡെയിലി ഉള്ള ഇങ്ങനെയുള്ള ഓട്ടത്തിന് ഇതിന് ഒരു 25 to 28 ഒക്കെ എന്തായാലും കിട്ടുന്നുണ്ടായിരുന്നു. ലോങ് ഒക്കെ പോകുകയാണെങ്കിൽ ഒരു 30-33 മാക്സിമം അത്രയും വരെ എനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അവരുടെ മേളിലോട്ട് ഇത് എന്തായാലും എനിക്ക് കിട്ടിയിട്ടില്ല. അത്രയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് സ്ക്രാമിൽ. പക്ഷേ ചില ആൾക്കാർക്ക് 35 ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തോ ഈവൻ തരുന്നില്ല. 33-30 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുള്ളൂ. 33 മാക്സിമം കുറവാണ്. 32-31 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും അത് കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയിട്ടൊരു മൈലേജ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു 411cc അത്യാവശ്യം ലഗേജും എല്ലാം വെച്ച് ഹിൽസും എല്ലാം കയറി അത് കണ്ടിന്യൂസ്ലി നമ്മൾ ഓടിക്കുന്നത് പല മൂഡിലായിരിക്കും ഓടിക്കുന്നത്. ചിലപ്പം കൈ കൊടുത്ത് എടുക്കും, ചിലപ്പോഴും നല്ല മിക്ക ലോങ് റൈഡ്സും നമ്മൾ ഓപ്പൺ റോഡ്സ് ആണെന്നുണ്ടെങ്കിലും ഗട്ട് സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫൺ അറിഞ്ഞായിരിക്കും മിക്കപ്പോഴും ഓടിക്കുന്നത്. ഭയങ്കര സ്ലോയിൽ പോകുന്നത് ഈ ട്രാഫിക് കണ്ടീഷൻസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി എൻജോയ് ചെയ്ത് മാക്സിമം വണ്ടി എൻജോയ് ചെയ്ത് വണ്ടിക്ക് എടുക്കാൻ പറ്റുന്ന ആ ഒരു സീറ്റ് ലിമിറ്റൊക്കെ എൻജോയ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ കിട്ടുന്ന മൈലേജിനെ ഓർത്ത് ഭയങ്കരമായിട്ട് ബോധേഡ് ആവുകയില്ല ആ സമയത്ത്. കാരണം നമുക്ക് ആ വണ്ടി അതിനനുസരിച്ചുള്ള റിസൾട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ബോധേഡ് ആവേണ്ട കാര്യമില്ല. അപ്പം പറഞ്ഞു തന്നത് സ്ക്രാം 440 ഫീച്ചേഴ്സിനെ കുറിച്ചാണ്.
പിന്നീട് ഞാൻ പറയല്ലോ, സ്പോക്ക് വീലുള്ള ഒരു മോഡൽ, നിങ്ങളിപ്പോൾ സ്പോക്ക് വീലുള്ള മോഡലാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 2,51,000 രൂപയ്ക്ക് വണ്ടി എടുക്കാവുന്നതാണ്. ഏകദേശം എസ്റ്റിമേറ്റ് ആ ഒരു എമൗണ്ടാണ് കേട്ടോ. 251 ആണ്. ചിലപ്പം മേ ബി ഒരു 1,000 അല്ലെങ്കിൽ 2,000 റുപ്പീസിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും. എന്തായാലും ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് വണ്ടി പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഹയർ മോഡലായിട്ട് വരുന്നത് അതിൻ്റെ സ്പോക്ക് വീലിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് അലോ വീലുള്ള മോഡലാണ്. അതിനകത്ത് നിങ്ങൾക്ക് ട്യൂബ്ലെസ് ടയർ കിട്ടും. അതിനകത്താണ് നിങ്ങൾക്ക് ട്യൂബ്ലെസ് ടയർ കിട്ടുന്നത്. ആ ടയർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2,80,000 രൂപ കൊടുക്കേണ്ടി വരും. അപ്പം അതാണ് അതിനകത്തുള്ള വ്യത്യാസം. നിങ്ങൾ അത്രയും പ്രൈസ് നിങ്ങൾക്ക് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്യൂബ്ലെസ് ടയർ വേണം, പഞ്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2,80,000 ആ റേഞ്ച് കൊടുത്ത് ട്യൂബ്ലെസ് ടയർ എടുക്കുക. അതിൽ പഞ്ചർ വരുത്തില്ലാന്നല്ല, പഞ്ചർ കിട്ടും, പക്ഷേ നമുക്ക് ഈസി ആയിട്ട് അത് ഒട്ടിക്കാനായിട്ട് പറ്റും. ആടാണ്. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി ഓഫ് റോഡ് നോക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം ആ ഒരു റഫ് ലുക്കിൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സ്പോക്ക് വീലിൽ തന്നെ കാണാനായിരിക്കും ലുക്കും എല്ലാം. പിന്നെ സ്ക്രാം 440 റിയർ വീലിൽ നമുക്ക് ABS ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന് ഒരു സ്വിച്ച് ഇല്ല, ABSന്റെ സ്വിച്ച് ഇല്ല. ഇതിൻ്റെ 2 ABS എപ്പോഴും വർക്കിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് റിയർ വീലിൽ ലോക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഇതിനകത്തില്ല. ഇതിനകത്ത് നമ്മൾ ABS ഊരിലൂടെയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ചെയ്യില്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്നത് സേഫ്റ്റി ഇഷ്യൂ ഉണ്ടാക്കും. സോ നിങ്ങൾ എന്തായാലും ഇപ്പം പുതിയ സ്ക്രാം 440 അങ്ങനെയുള്ള ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. റിയർ വീലിൽ നമുക്ക് ABS ഓഫ് ചെയ്യാനായിട്ടും ഓൺ ചെയ്യാനായിട്ടും പറ്റും. പിന്നീട് നമ്മുടെ റിയർ ലഗേജ് കപ്പാസിറ്റി 7 kgs വരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ടോപ്പ് ബോക്സ് അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ടോപ്പ് ബോക്സ് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആഫ്റ്റർ മാർക്കറ്റിംഗ് കിട്ടും. എൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ നൈസാണ്. വണ്ടിക്ക് ഒരു വൃത്തിയോടില്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ നൈസാണ് കാണാൻ. ഇതിൻ്റെ ക്ലച്ചിനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഹാർഡല്ല, എന്നാൽ അത്ര സോഫ്റ്റ് ഇല്ലാത്തൊരു ക്ലച്ചാണ്. ഒരു മീഡിയം ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. മീഡിയം ലെവലിൽ നമുക്ക് പോകാം. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് ഒരു 440 എടുത്താലും, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അതിനെ നമ്മൾ അനുവദിക്കാത്തതുകൊണ്ട് നമ്മൾ ആ ആഗ്രഹം അങ്ങ് മാറ്റി വെക്കും. കാരണം അതിനകത്ത് ആ ട്രയൽ ഗ്രീൻ എന്ന് പറഞ്ഞൊരു കളറുണ്ട്, അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ആ ട്രയൽ ഗ്രീൻ കാണാനായിട്ടൊരു ഭയങ്കര ലുക്കാണ് സാധനം. അതൊരു ഫോറസ്റ്റിലൊക്കെ ഇരിക്കുന്നത് ഭയങ്കര രസമാണ്. ആ ഒരു കളർ തീമും എല്ലാം നൈസായിട്ടുണ്ട് വണ്ടിയുടെ. അതേപോലെ തന്നെയാണ് അത് ഓടിക്കാനും. എന്നാ സുഖമാണെന്നറിയാമോ. സോ അത്രയൊക്കെയാണ് നമ്മുടെ സ്ക്രാം ഫോളോവിനെ പറ്റിയും 440 പറ്റിയുള്ള വിശേഷങ്ങൾ. ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സ്ക്രാമിനെ കുറിച്ച് അറിയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് എ കമൻറ്റ്. നമ്മളതിന് റിപ്ലൈ തരാം. അറിയാവുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾ റിപ്ലൈ തരാം. പിന്നീട് ഇതിൻ്റെ ഷോറൂം സർവീസുകളെ പറ്റിയും കൂടെ ഒന്ന് പറഞ്ഞു നിർത്തിയേക്കാം. വൺസ് എല്ലാ എൻഫീൽഡിൻ്റെ വണ്ടികളും ഉപയോഗിക്കുന്ന പോലെ 10,000 കിലോമീറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും ഓയിൽ ചേഞ്ച് വരുന്നത്. 5,000 വെച്ചിട്ട് ഓരോ സർവീസ് ഉണ്ടാവും. 6 മന്ത് ഗ്യാപ്പിൽ നിങ്ങൾക്ക് സർവീസ് ഉണ്ടാവും. ഇപ്പം വാറണ്ടി പീരീഡ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നോർമലി കിട്ടിക്കൊണ്ടിരിക്കുന്ന വാറണ്ടി 3 ഇയർ ആണ്. അത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 4 ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ടോട്ടലി നിങ്ങൾക്ക് ഒരു 7 ഇയർ വാറണ്ടി എൻഫീൽഡിന് കിട്ടുന്നുണ്ട്. അപ്പം നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും. മാക്സിമം വാറണ്ടി പീരീഡിലുള്ള വണ്ടികൾ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. വാറണ്ടി കൂട്ടി എടുക്കുന്നതാണ് നല്ലത്. അപ്പം എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റോ അല്ലാന്നുണ്ടെങ്കിൽ വണ്ടികളായിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് വാറണ്ടിയിൽ തന്നെ അണ്ടർ വാറണ്ടിയിൽ തന്നെ കവറായി പൊക്കോളും. സോ എടുക്കാൻ ഏത് വണ്ടികളും നിങ്ങൾക്ക് എടുക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ മാക്സിമം പോവുക. ഒരു ലോങ് ടൈമിലേക്ക് നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും എളുപ്പം. ഷോർട്ട് ടൈം യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിഷയമില്ല. പക്ഷെ എന്നാലും അത് സെക്കൻഡ് ഹാൻഡ് ബൈ ചെയ്യുന്ന ഒരാൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ കൊടുക്കുന്നൊരു ഗിഫ്റ്റ് പോലെ കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള വീഡിയോസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വണ്ടിയായിട്ട് അടുത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ യുവർ റിസ്പെക്ട് 25 സൈനിങ് ഔട്ട് ഫ്രോം ദിസ് വീഡിയോ. ലവ് യു ഗൈസ്.